ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളോ? ഏതാത്? ഞാൻ തന്നെ. ഇത് പ്രായപൂർത്തിയല്ല, ഷഷ്ടിപൂർത്തിയ. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല. പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. നീ ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഓഹോ, ഒരുമാതിരി ചെറ്റത്തരം പറയുന്നു. പിന്നെ എന്തുന്നാടാ ഇത്? ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട്. ഓവർ ആയിട്ട് നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട്, അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും. വിമർശകരുടെ ഒരു നിര തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം. വിമർശിക്കട്ടെ, അതോടുകൂടി നമ്മുടെ ആൽബം വളരും. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ്, ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ. കള്ളമാർക്ക് പോലും ഐശ്വര്യയുടെ പവറാ, പിന്നെ ഈ അവിവാഹിതർ എങ്ങനെയൊന്നും എന്റെ തെറ്റി. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. 5000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ചു. കള്ളൻ അത് മതി, എത്തിക്സ് ഉള്ള കള്ളൻ അതിവിടെ വേണ്ട. ഞാൻ ആ കോഴ്സ് ഇവിടെ എടുക്കുന്നില്ല. ഈ വൃത്തികെട്ടവൻ പറഞ്ഞ പോലെ ഞാൻ ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. അത് എനിക്കറിയാം, അവിടെയുള്ള സകലമാന ആൾക്കാർക്കും അറിയാം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്.